ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നോക്കാം. 1/4 കപ്പ് പാലും മോഡയുടെ അതേ ഈ ഒരു പീസ് ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ്. ഇത് രണ്ടും കൂടി മെൽറ്റാക്കി എടുക്കണം. രണ്ടും കൂടി മെൽറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതിലേക്ക് തന്നെ നേരിട്ട് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് നന്നായിട്ടൊരു തിക്കിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചൂട് പാലിലേക്ക് നമ്മൾ പൊടികൾ നേരിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ന്യൂട്രലൊക്കെ പകരമായിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുത്തവർ കഴിച്ചോളും. അതല്ലെങ്കിൽ ബ്രെഡിൽ ആഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ കേക്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ക്രീം ആക്കാം. നമുക്ക് ടോപ്പിങ്സ് ആക്കാം കേക്കിൻ്റെ. അങ്ങനെ ഷേക്സ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ 2 മാസം വരെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടായി വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യും. പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഞാൻ 3 ടേബിൾ സ്പൂൺ, അത് മധുരം കുറവായതുകൊണ്ടല്ല, ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര മതിയല്ലോ. അപ്പോൾ നമുക്കിനി അതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മൊത്തത്തിൽ ആഡ് ചെയ്താലും മതി. ഇത് കുക്കായി വരുന്നതിൻ്റെ ഒരു പരുവം ഇങ്ങനെ ഇരിക്കും. അതൊരു ഗ്ലേസിങ് പോലെ വരും. അത് അത്യാവശ്യം ഒന്ന് ഗ്ലേസായി വന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓഫ് ചെയ്ത് ചൂടാറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഒരു റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യും. പിന്നെ എനിക്കൊരു പരാതി വരുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.